ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോഴേ ഇന്ന് തിറ കാണാൻ പോകുന്ന വിശേഷമാണ് കേട്ടോ. വരിക്കോളി തിരുമേനി അമ്പലത്തിലാണ്. അങ്ങനെ ഞങ്ങൾ നിളാരതിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, തിരുനാവായ. അപ്പോൾ അത് കഴിഞ്ഞ പാടും വന്ന് കുളിച്ച് ഫ്രഷായി നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞാനും അമ്മയും മോനും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഗുളികന്തറയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തിറേൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. കാന്താര സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഗുളികൻ നമ്മൾ മലബാറുകാർക്ക് തിറയും തെയ്യം ഒക്കെ ആയിട്ട് കെട്ടിയാടുന്ന ഒരു ആരാധനാമൂർത്തിയും കൂടെയാണ് കേട്ടോ. കാലനില്ല കാലത്തെ കാലൻ എന്നാണ് കേട്ടോ ഗുളികൻ ദൈവം അറിയപ്പെടുന്നത്. അതായത് മഹാദേവൻ്റെ ഭക്തനായ മാർക്കണ്ഡേയനെ കാലൻ വധിക്കാൻ നിന്ന സമയത്ത് മഹാദേവൻ അത് എതിർക്കുകയും അത് കൂട്ടാക്കാത്ത കാലനെ അഗ്നിയിലിരിക്കുകയും ചെയ്തു. അപ്പോൾ കാലനില്ലാത്തത് കൊണ്ട് തന്നെ മരണം സംഭവിക്കാത്തതുകൊണ്ട് ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യാതെ ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം തൻ്റെ പെരുവിരലിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഗുളികനെ എന്നാണ് കേട്ടോ പറയുന്നത്, കാലൻ്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം കണ്ടതൊക്കെ കണ്ട് പരിചയമുള്ള തിറയാണെങ്കിലും ഇതുവരെ കാണാത്ത തിറ കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് കേട്ടോ അതേത് തിറയാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് അത് കാരണവർ തിറയാണെന്നാണ്. അപ്പോൾ ഞാനിത് കുറച്ച് കൗതുകത്തോടെ തന്നെയാണ് നോക്കി കണ്ടത്. കാരണം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മനുഷ്യന്മാരുടെ തിറ കാണുന്നത്. അതായത് എൻ്റെ പിന്നിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഉപാസനമൂർത്തികളെ, അതായത് ഇവിടുത്തെ ഉപാസനമൂർത്തിയായ തിരുമേനിയും മറ്റു ഉപാസനമൂർത്തികളെയൊക്കെ കൊണ്ടുവന്നത് രാമൻ നായർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം നടത്തുന്ന തിറയാണ് കേട്ടോ ഇത്. പിന്നെ ഈ ചെണ്ട മുട്ടുന്ന ഒച്ച കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലേ. കാരണം നമ്മൾ അതിൽ ലയിച്ചു പോകും. ഈ തെയ്യത്തിൻ്റെയും തിറേൻ്റെയൊക്കെ ശരിക്കും ആത്മാവ് എന്ന് പറയുന്നത് ഈ ചെണ്ടയും കൂടെയാണല്ലേ. അപ്പോൾ കുട്ടികളും അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ താളം പിടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഈ അമ്പലങ്ങളിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിന് എന്തോ ഒരു പ്രത്യേകതയാണല്ലേ. നമുക്ക് വീട്ടിൽ എത്ര കൂട്ടം കറി ഉണ്ടെങ്കിലും മര്യാദയ്ക്ക് ചോറിറങ്ങില്ല. പക്ഷെ അമ്പലത്തിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂലേ. അപ്പം നല്ല അടിപൊളി സാമ്പാറും പിന്നെ പയർ കറിയും അതിൻ്റെ കൂടെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂടോടെ തന്നെ ആ ഫുഡൊക്കെ കഴിച്ച് അടുത്ത തിറ കാണാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ തിറ പുറപ്പെടുന്നതൊക്കെ മോനിങ്ങനെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും കാളി ആയിരുന്നു കേട്ടോ. കാളി പുറപ്പെട്ടെ. അപ്പോൾ കാളിയമ്മേനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ മനസ്സിൽ വരും കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു തിറേൻ്റെയും തെയ്യത്തിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നേ. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒരുപാട് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചേ. അതായത് തെയ്യവും തിറയും രണ്ടും രണ്ടാണ് കേട്ടോ. അത് മാത്രമല്ല കുറച്ച് ആളുകൾ വിചാരിക്കുന്നത് കണ്ണൂരും കാസർഗോഡും മാത്രമേ ഇതുള്ളൂ എന്ന് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്ടിലെ ചില ഭാഗങ്ങളിൽ, മലപ്പുറം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഈ തെയ്യവും തിറയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേശം മാറുമ്പം ആചാരങ്ങളും വേഷവിധാനങ്ങളും ഒക്കെ മാറും കേട്ടോ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ഭാഗങ്ങളിൽ തിറയും കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ തെയ്യമാണ് കേട്ടോ. കാരണം ചില റീൽസിലൊക്കെ പല തർക്കങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തെയ്യത്തിൻ്റെയും തിറേൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പം ഇതൊക്കെ നമ്മുടെ കണ്ണൂർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാസർഗോഡ് മാത്രമേ ഉള്ളൂ, കോഴിക്കോട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റേതായ രീതിയിലുള്ള കലാരൂപങ്ങളുണ്ട്. ദേശം മാറുമ്പോൾ പേരും മാറും. പിന്നെ അതിനനുസരിച്ച് അതിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ തെയ്യത്തിനാണെങ്കിലും മുഖത്തെഴുത്തും അതുപോലെ ആഭരണങ്ങളും ചമയങ്ങളും ഒക്കെ കൂടുതലാണ്. പക്ഷെ തിറയ്ക്ക് അത്രക്കില്ല. എന്നാലും ഉണ്ടെങ്കിലും തെയ്യത്തിൻ്റെ അത്ര ചില തിറകൾക്ക് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ തെയ്യത്തിൻ്റെയും തിറേൻ്റെയും ആചാര അനുഷ്ഠാനങ്ങൾക്കും മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ദേശങ്ങൾ മാറുമ്പം ഉള്ള മാറ്റമാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഈ വയനാട്ടിൽ തിറ എന്നുള്ളത് പല ആളുകൾക്ക് അറിയില്ല കേട്ടോ. വയനാട്ടിൽ പല ഭാഗങ്ങളിലും ഉണ്ട്, എല്ലാ ഭാഗങ്ങളിലും ഇല്ല കേട്ടോ. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് കുരിക്കിനാൽ ഭഗവതി ക്ഷേത്രത്തിൽ 7 ദിവസത്തെ ഉത്സവവും പിന്നെ ലാസ്റ്റത്തെ 2 ദിവസവും തിറയും വെള്ളാട്ടവും ഒക്കെ ഉണ്ടാവും കേട്ടോ. 20ൽ കൂടുതൽ തിറകളുണ്ടാവുക, പല തിറകളും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും മോനും ഇത് കഴിയുന്നവരെ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. പിന്നെ ലാസ്റ്റ് ദാരികനും കാളിയാണ് കേട്ടോ വന്നത്. കാളി ദാരികനെ വധിക്കുന്നതായിട്ടാണ് അപ്പോൾ സ്റ്റോറി വരുന്നത്. അങ്ങനെ അതും കുറേ നേരം നിന്ന് കണ്ട് അതിന് ശേഷം കോഴിവെട്ടായിരുന്നു. ഈ ഒരു ആചാരം കണ്ടു നിൽക്കാനുള്ളൊരു ത്രാണി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ഒരു വട്ടം പോയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ തിറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.